ഇന്ന് ഞാൻ കയ്പ വെച്ചിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. കയ്പയ്ക്ക പച്ചടി അല്ലെങ്കിൽ പാവയ്ക്ക പച്ചടി എന്നൊക്കെ പറയും. അപ്പം നമ്മൾ രുചികരത്തിൽ കയ്പ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ കയ്പ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ഈ കയ്പ പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിക്കില്ലേ, തൈരും ആ കയ്പയുടെ ആ കയ്പും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതായത് കയ്പുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്പുണ്ട്, പക്ഷെ ഒരുപാട് അങ്ങ് അറിയില്ല. അപ്പം നല്ല വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സദ്യയിലെ വിഭവങ്ങൾക്കൊക്കെ ഒരു ചെറിയ ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാവരും ശ്രമിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ സദ്യയിൽ ഇതും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ കയ്പക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. 3 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകിൽ 2 എണ്ണം നമുക്ക് പാവയ്ക്ക വേവിക്കുമ്പോൾ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ലിറ്റർ തൈരും എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതിലൊരു 1/4 ടീസ്പൂൺ നമുക്ക് തേങ്ങയുടെ കൂടെ ചേർത്ത് അരയ്ക്കണം. ബാക്കി താളിക്കാൻ വേണ്ടിയാണ്. 2 വറ്റൽമുളക്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ആദ്യം നമുക്ക് പാവയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. 1 വിസിൽ വന്നാൽ മതി, നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഒന്ന് ചൂട് തണിഞ്ഞ് വരണം നമ്മൾ അരപ്പ് ഇതിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക്. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇത് മുഴുവൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞ് വരട്ടെ. ആ തണിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അരപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം അതിലിട്ട് വേവിച്ചു. ഇതൊരു പച്ചമുളകാണ്. ഇതും കൂടി ഇതിൽ ചേർത്തിട്ട് അരയ്ക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂണോളം കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ചുകൂടി തൈര് ചേർക്കുകയാണ്. ഇനി ഇതൊന്നുകൂടി അരച്ചെടുക്കാം. അപ്പോൾ തൈരും അതുപോലെ തേങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേവിച്ചിരിക്കുന്ന പാവയ്ക്കയിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തൈര് കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ്. തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് പാവയ്ക്ക വേവിക്കാൻ വെച്ച സമയത്താണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ആവാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിൽ ചേർക്കുകയാണ്. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ഞെരടി ഇതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാവയ്ക്ക വേവുമ്പോൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് താളിച്ച് ഇടണം. കടുക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം എരിവെല്ലാം ആവശ്യത്തിനുള്ളത് കൊണ്ട് ഞാനിത് മുറിക്കാതെ തന്നെ ചേർക്കുകയാണ്. എരിവ് കുറവാണെങ്കിൽ ഇതൊന്ന് 2 ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ പച്ചടിയിലോട്ട് കടുകും അതുപോലെ വറ്റൽമുളകും കൂടി താളിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കൈപ്പക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള ഒരു വിഭവമാണ് കൈപ്പക്ക പച്ചടി. അപ്പോൾ കയ്പ കൊണ്ട് പല പല തരത്തിലുള്ള ഒരുപാട് റെസിപ്പീസ്, ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. അതിലൊന്നാണ് ഈ കൈപ്പക്ക പച്ചടി. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.